പന്തരങ്കാവ് ഗാർഹിക പീഡനത്തിൽ രാഹുലിനെതിരെ കേസെടുത്ത പോലീസ്. യുവതിയുടെ പരാതിയിൽ പന്തരങ്കാവ് പോലീസാണ് കേസെടുത്തത്. ഭർതൃപീഡനത്തിനും നരഹത്യാശ്രമത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ മാസങ്ങൾക്ക് മുൻപ് യുവതി നൽകിയ പരാതിയിൽ ഭർത്താവടക്കം 5 പേരെ ഗാർഹിക പീഡന കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ കേസ് എത്തിയപ്പോൾ പെൺകുട്ടി ഭർത്താവിന് അനുകൂലമായി നിലപാടെടുത്തു. ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് ഭർത്താവിനെതിരെ മൊഴി നൽകിയതെന്ന് പെൺകുട്ടി പറയുകയും ഹൈക്കോടതിയിൽ ഒത്തുതീർപ്പിലാവുകയും ചെയ്തിരുന്നു. അന്ന് പെൺകുട്ടി പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. ഹായ്, ഞാൻ സേഫാണ്. എന്നെ ആരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത്. അതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ എന്തായാലും മൊഴി കൊടുക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് മൊഴിയിൽ ഞാൻ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷേ അന്ന് രാത്രി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീട്ടിലെ അച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി. അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു. ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക, സത്യം തുറന്നു പറയാൻ പറ്റാഞ്ഞത്. ആ ഒരു തലേ ദിവസം പോലും ഒരു വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു. എൻ്റെ വീട്ടിലന്ന് രാത്രി ഒരു വക്കീൽ വന്നായിരുന്നു. അവരോട് ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. കാരണം ആരോടെങ്കിലും തുറന്നു പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് പറയാനായിട്ട്. പക്ഷെ അവർ പോലും പറഞ്ഞത്, ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സോ അത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു സമയത്ത് പോലും എനിക്ക് സത്യം എന്താണെന്ന് മജിസ്ട്രേറ്റിനോട് തുറന്ന് പറയാൻ പറ്റും. ബെൻസൺ ഉണ്ട് അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായിട്ട്. ബെൻസൺ, ഇപ്പോൾ വീണ്ടും പെൺകുട്ടി ഒരു പരാതി നൽകിയിരിക്കുന്നു. അന്ന് ആദ്യം പെൺകുട്ടി പരാതി നൽകി, പിന്നീട് പരാതി പിൻവലിച്ചു. ഇതെല്ലാം നമ്മൾ വലിയ തരത്തിൽ ചർച്ച ചെയ്തതാണ്. വീണ്ടും ഈ ഒരു പെൺകുട്ടി, അതും മീൻകറിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞ് ഭർത്താവ് വീണ്ടും ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു പരാതി എത്രമാത്രം ഗൗരവത്തോടെയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത്? അതെ, സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷം, അതായത് 2024 മെയ് മാസത്തിലാണ് ആദ്യമായി ഇത് സംബന്ധിച്ച് ഇത്തരത്തിലൊരു കേസ്, പന്തരങ്കാവ് ഗാർഹിക പീഡന കേസ് എന്ന കേസ് ആദ്യം വരുന്നത് 2024 മെയ് മാസത്തിലാണ്. സമാന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കേസ് വന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഞായറാഴ്ചയും അതുപോലെ തന്നെ തിങ്കളാഴ്ചയും യുവതിയെ ഈ പന്തരങ്കാവിലുള്ള ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഭർത്താവായിട്ടുള്ള രാഹുൽ ഇത്തരത്തിൽ മദ്യപിച്ച് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. മീൻകറിക്ക് ഉപ്പും പുളിയും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മുഖത്തും കണ്ണിനുമടക്കം പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ആദ്യഘട്ടത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് ഇത്തരത്തിൽ മർദ്ദനം ആയതുകൊണ്ട് തന്നെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിക്കുന്നു. പോലീസ് എത്തി പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി ആദ്യഘട്ടത്തിൽ പരാതിയൊന്നുമില്ല, തനിക്ക് മാതാപിതാക്കളോടൊപ്പം വീട്ടിലേക്ക് പോയാൽ മതി, പെൺകുട്ടി എറണാകുളം സ്വദേശിനിയാണ്, പറവൂർ സ്വദേശിനിയാണ്, അപ്പോൾ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് പെൺകുട്ടി പോലീസിനെ അറിയിക്കുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ എത്തിയപ്പോൾ നിയമ നടപടിയുമായി മുൻപോട്ട് പോകാം, തുടർ പരാതിയുമായി മുൻപോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പന്തരങ്കാവ് സ്റ്റേഷനിലെത്തി ഇന്ന് പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. പെൺകുട്ടിയും മാതാപിതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അവർ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പന്തരങ്കാവ് പോലീസ് രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. രാഹുൽ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. വൈകാതെ തന്നെ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഭർതൃപീഡനത്തിനും നരഹത്യാ ശ്രമത്തിനുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതി ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. നമുക്ക് ആദ്യത്തെ കേസ് എന്ന് പരിശോധിച്ചാൽ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2024 മെയ്യിലാണ് ആദ്യ കേസ് ഉണ്ടാകുന്നത്. അതും ഇത്തരത്തിൽ തന്നെ സമാന രീതിയിൽ പെൺകുട്ടിക്ക് ക്രൂരമായ മർദ്ദനം ഈ ഭർതൃ വീട്ടിൽ നിന്നും ഉണ്ടായി എന്ന് വീട്ടുകാർ വീട്ടിലെത്തി പെൺകുട്ടിയെ കണ്ടെത്തുകയും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റു എന്ന് ആരോപിച്ച് തന്നെയായിരുന്നു അന്ന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് ഗാർഹിക പീഡനത്തിനും അതുപോലെ തന്നെ സ്ത്രീധന നിരോധന നിയമപ്രകാരവും കേസെടുത്തു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ പ്രതിയായിട്ടുള്ള രാഹുലിനെ സംരക്ഷിക്കാൻ പന്തരങ്കാവ് പോലീസ് ശ്രമിച്ചു. ശരി ബെൻസൺ, വ്യക്തമാണ്.